ഓർഫനേജിൽ വെച്ചുണ്ടായ അപകടത്തില് അവരുടെ ബോധം പോയിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് വന്നാണ് സിയോളിനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഭാഗ്യത്തിന് തന്റെ കൈക്ക് ചെറിയൊരു പരിക്കേ ഉള്ളൂ. താൻ ചെയ്ത നല്ല കാര്യം കൊണ്ടാവും ഒന്നും പറ്റാഞ്ഞേ. പക്ഷേ ആ ഭാഗ്യം എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ശ്രദ്ധിക്കണം എന്ന് പറയാണ് ഡോക്ടർ. സിയോള് പോയതിന് തൊട്ട് പിന്നാലെ നഴ്സ് വരുമ്പോ ഡോക്ടറിന്റെ സീറ്റിൽ ആരും ഉണ്ടാവില്ല. അപ്പോഴാണ് ഒറിജിനൽ ഡോക്ടർ അങ്ങോട്ടേക്ക് വരാം. അതായത് മുമ്പുണ്ടായിരുന്ന ആ പൂപ്പൻ ലോഡ് പാഗുണായിരുന്നു. ഇതേ സമയത്താണ് യുൻഹോക്ക് ബോധം വന്നിട്ട് സിയോളിനെ കാണാത്ത ടെൻഷനിൽ അവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ടാവുക. ലാസ്റ്റ് അവനെ കാണുമ്പോഴാണ് അവൾക്ക് സമാധാനാവുന്നേ. ആ സന്തോഷത്തിൽ ഓടി ചെന്ന് ഹഗ് ചെയ്യാണെന്നിട്ട് എപ്പ തൊട്ടാ എന്നെ ഇത്ര കെയർ ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിക്കാണ് സിയോൾ. അപ്പോ നമുക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് അവര് നടക്കുന്നതിനിടെ രണ്ടുപേർക്കും എന്തോ ഒരു ചമ്മലൊക്കെ പോലെ. സംസാരിക്കാൻ ഒരു മടിയായിരിക്കും. ഇന്നേരം അവളുടെ തലയിൽ ഒരു ഇല വന്നിരുന്നിട്ട് സിയോൾ അത് തട്ടിക്കളയുന്നുണ്ട്. ഇത്രയും നാള് ഞാൻ ഇവനെ തന്നെയല്ലേ കണ്ടേ, പിന്നെ ഇപ്പൊ മാത്രം എന്ത് ഇത്ര ഭംഗി തോന്നുന്നതെന്നാണ് ഹീറോയിന്റെ ഉള്ളില്. ശരിയാവില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇവനൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നതിനിടെ അവരുടെ മുഖത്തെ കരിയൊക്കെ കണ്ട് എല്ലാവരും കളിയാക്കുന്നുണ്ടാവും. നമ്മളെ കാണാൻ പിച്ചക്കാരെ പോലെ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന കേട്ട് ക്യാഷ് ഇല്ലെങ്കിലും ഉള്ള കാശിന് ഡ്രസ്സ് വാങ്ങി തരാന്ന് പറയാണവൻ. കേട്ട വാതി കേൾക്കാത്ത വാതി യുൻഹോ ഡ്രസ്സ് വാങ്ങാൻ ഓടുകയും ചെയ്യും. എന്നിട്ടോ പുള്ളിക്കാരി പണ്ടത്തെ ഓർമ്മയിൽ കണ്ടതൊക്കെ വാരി കൂട്ടുന്നതുണ്ട് ഹീറോയുടെ നെഞ്ചിടിക്കാണ്. ഇവിടെ ഡ്രസ്സ് എടുത്തത് പോരാണ്ട് സ്പ്രേയും അല്ലാത്ത ഐറ്റംസും എല്ലാം എടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ഫോണും പിന്നെ TV അടക്കം വാങ്ങും. ഏത് നേരത്താണാവോ ഡ്രസ്സ് എടുത്തു കൊടുക്കാന്നും പറഞ്ഞെന്ന് ആലോചിച്ചിട്ടുള്ള കുറ്റബോധത്തിലാണ് പാവം സിയോൾ. നേരം അവസാനം ബില്ല് പേ ചെയ്യേണ്ട ടൈമില് സഫീഷ്യന്റ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് തിരിച്ചു കൊടുക്കാന്ന് അവൻ പറഞ്ഞതും യുൻഹോ അതും കൊണ്ട് ഒറ്റ ഓട്ടാണ്. ശേഷം ഡ്രസ്സിന്റെ പ്രൈസ് ടാഗും മറ്റും പൊട്ടിച്ചളഞ്ഞ് അതവർക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെക്കും. ഈ സാധനത്തിന് അങ്ങ് തല്ലിക്കൊന്നാലോ എന്നുള്ള ഭാവമാണ് ഇപ്പോൾ ഹീറോയുടെ മുഖത്ത്. സീൻ അവിടെ കട്ടായി. ഹ്യൂൺ അവന്റെ ഫാൻസിന് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതിനിടെ ഹീറോയിന്റെ ആ കാർഡും കൊണ്ട് ലീ വരാണ് അങ്ങോട്ട്. അത് കണ്ടതും ഹ്യൂൺ ആകെ ഷോക്കാവും. ലീയെ കാണുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കരിയർ നശിക്കാൻ കാരണമായ ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഇയാളാണെന്ന് ഓർമ്മ വരാണവന്. നിനക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതേ ലീക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഹ്യൂണിന്റെ നല്ലൊരു ഇടി കിട്ടും. ഇവിടെയാണെങ്കിൽ ഇവര് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ക്യാഷ് എവിടെ നിന്ന് എടുക്കും? എന്റെ കയ്യിലുള്ള എല്ലാ ക്യാഷും തീർത്തില്ല എന്ന് ചോദിക്കാണ് സിയോള്. അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട, നിനക്കാകെ ഫുട്ബോൾ കളിക്കാനല്ലേ അറിയൂ. എന്റെ കാര്യം അങ്ങനല്ല, 2000 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പല സ്കില്ലും എനിക്കുണ്ട്. ക്യാഷ് ഉണ്ടാക്കാൻ അത് മതി. ഒരൊറ്റ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും നിന്റെ സേവിങ്സ് ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കാണ് അവള്. അതൊക്കെ പോട്ടെ, സ്പിരിച്വൽ പവേഴ്സ് കൂടി ഒന്ന് ഹീറോ ചോദിക്കുമ്പോ പിന്നല്ലാതെ ഒരു ജീവൻ രക്ഷിച്ചാൽ തന്നെ ഒരുപാട് പവർ കിട്ടും. ഇപ്പൊ 5-10 ജീവൻ ഒറ്റയടിക്ക് രക്ഷിച്ചില്ലേ, ആവശ്യത്തിൽ കൂടുതൽ പവർ കിട്ടിയിട്ടുണ്ടാവുന്ന യുൻഹോ പറഞ്ഞതും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഗൂമി പ്രത്യക്ഷപ്പെടാണ് അവിടെ. പെട്ടെന്ന് വന്നോണ്ട് തന്നെ യുൻഹോ അടക്കം പേടിച്ചു പോകും. ശേഷം ഗൂമി തന്റെ പവേഴ്സ് എടുത്തു നോക്കി ഒരു തരി പോലും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞതും രണ്ടുപേരും ഷോക്കാവാണ്. എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ല എന്നും പറഞ്ഞ് പേടിച്ചിരിക്കുന്ന യുൻഹോനെ കാണിച്ച് കട്ട് ചെയ്താ ലീയും ഹ്യൂണും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അച്ഛന് ഇയാളെ ഓർമ്മയില്ലേ? എന്റെ ലൈഫ് നശിക്കാൻ കാരണം ഇവനാണെന്ന് ഹ്യൂൺ പറയുമ്പോ അതിന് നിന്റെ ലൈഫിന് എന്ത് പ്രശ്നമാണെന്ന് അച്ഛൻ. പുള്ളിക്കൊന്നും അറിയാത്തോണ്ട് തന്നെ അച്ഛനെ കുറച്ചു നേരം മാറ്റി നിർത്താണ് അവൻ. നീ ആ 9-tailed ഫോക്സിന്റെ ക്ലൈന്റ് ആണെന്ന് ഈ കാർഡ് കാണിച്ചപ്പോഴുണ്ടായ നിന്റെ റിയാക്ഷൻ കണ്ടപ്പോഴേ മനസ്സിലായി. ഈ കാർഡ് പക്ഷെ ഫേക്ക് ആണെന്ന് പറയാണ് ലീ. എനിക്ക് വേണ്ടി നീ ആ ഫോക്സിനെ ഒന്ന് വിളിച്ചു വരുത്തണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോ ഞാൻ എന്തിനു നിന്നെ ഹെൽപ്പ് ചെയ്യണം? നിന്റെ ലൈഫ് നശിച്ചു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണെന്ന് പറയാണ് ഹ്യൂൺ. അപ്പോ അതിന് നമ്മൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ കാർഡിച്ചത് നിന്നെയല്ല സിയോളിനല്ലേ എന്ന് ലീ ചോദിച്ചത് കേട്ട് ഹ്യൂണിന് പെട്ടെന്ന് മറന്നുപോയ ആ മെമ്മറികളുടെ ഒക്കെ സീൻ ഓർമ്മ വരാൻ തുടങ്ങും. ഇതൊക്കെ എന്റെ മെമ്മറി തന്നെ ആണോ എന്നുള്ള ഹ്യൂണിന്റെ സംശയം കേട്ടതും നീ ഫോക്സിന്റെ ക്ലൈന്റ് അല്ലേ, പിന്നെന്തിനാ അവള് നിന്റെ മെമ്മറീസ് വെച്ച് കളിക്കണമെന്ന് ചോദിക്കാണ് ലീ. ഹ്യൂണിന് ഇതിനകം ഏകദേശം എല്ലാം ഓർമ്മ വന്നതുകൊണ്ട് തന്നെ അവളുടെ എന്തോ രഹസ്യം ഞാൻ അറിഞ്ഞെന്നും അതിന് ഞാൻ തടസ്സം നിൽക്കാതിരിക്കാനോ മറ്റോ ചെയ്തതാണെന്ന് അവൻ പറയുന്നതായിട്ട് നിന്റെ ആ മെമ്മറി തിരിച്ചു കിട്ടാൻ ഒരു വഴിയുണ്ട്, അതിന് പറ്റുന്ന ഒരാളെ എനിക്കറിയാം. പക്ഷെ അവളുടെ ആ രഹസ്യം എന്താണെന്ന് ഓർമ്മ വന്നാ അത് എന്നോടും കൂടി പറയണമെന്ന് പറയാണ് ലീ. അപ്പോ പിന്നീടുള്ള സീനിൽ സിയോളിനെ യുൻഹോനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് സ്പിരിച്വൽ പവർ ഒന്നും കിട്ടാനെന്നുള്ള ആലോചനയിലാണ് ഇപ്പോഴും രണ്ടുപേരും. ഇനി ചിലപ്പോ പ്രശ്നം ഫോക്സിന്റെ ആറ്റിറ്റ്യൂഡിനാണെങ്കിലോ? ഫോക്സ് ഒരു തന്റേടിയാണല്ലോ. മാത്രല്ല ബിൽഡിങ്ങിന് തീ ഇട്ടിട്ട് രക്ഷിക്കാന്ന് പറഞ്ഞതൊക്കെ ദൈവങ്ങൾ കേട്ട് കാണും.
ആ മൈൻഡ് അവർക്ക് ഇഷ്ടായി കാണില്ല എന്ന് സിയോള് പറഞ്ഞത് കേട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാതിരിക്കാണ് പുള്ളിക്കാരി. ഹീറോ ഇന്നേരം വേറെ കുറെ നല്ല കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്, നാളെ നമുക്ക് അത് ചെയ്യാന്നും പറഞ്ഞ് കട്ട് ചെയ്താ. പിറ്റേ ദിവസം സിയോൾ അവളെയും കൂട്ടി ഒരു നഴ്സിംഗ് ഹോമിലേക്ക് വോളണ്ടിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെല്ലുക. ഏറ്റവും പാടുള്ള ഒരു പണി തരാൻ പറഞ്ഞു പോകുന്നതിനിടെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഹീറോനെ പരിചയമുള്ള പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഇന്നേരം ആ അപ്പൂപ്പനും ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെ. ശേഷം അവിടെയുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ അലക്കാൻ നിൽക്കാണ് രണ്ടുപേരും. ഇതിനിടെ സ്പിരിച്വൽ പവേഴ്സ് കൂടുന്ന പോലെ എങ്ങാനും തോന്നുന്നുണ്ടോ എന്ന് സിയോള് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പക്ഷെ അവൾക്ക് അതൊന്നും അറിയാൻ പറ്റില്ല. ഈ ഡ്രയറൊക്കെ ഉണ്ടായത് ഭാഗ്യം, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ വെയിലത്തുണക്കി കഷ്ടപ്പെടേണ്ടി വന്നേനെന്ന് പറയാണ് യുൻഹോ. അപ്പോ അങ്ങനെ അതും പറഞ്ഞ് വാ കൂട്ടിയില്ല. അപ്പോഴേക്കും ഡ്രയർ കേടാവും. ശേഷം നേരത്തെ പറഞ്ഞ പോലെ വെയിലത്തിട്ട് ഉണക്കാണ് രണ്ടും കൂടി. വാഷിംഗ് മെഷീൻ ഉണ്ടായത് ഭാഗ്യം എന്നൊന്നും പറഞ്ഞേക്കല്ലേ, ഇനി അലക്കാൻ കൂടി വയ്യാന്ന് പറയാണവൻ. ഇതിനിടെ അതിലെ ഒരു വയസ്സായ കപ്പിൾ നടന്നു പോകുന്നത് ശ്രദ്ധിക്കുകയാണ് അവള്. അവരിപ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത്ര വയസ്സായിട്ടും മനുഷ്യന്മാർക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? എത്രയൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും കുറവുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. ഞാൻ ഡേറ്റ് ചെയ്തിട്ടുള്ളവരൊന്നും അധികം നാള് പോയിട്ടില്ല. എല്ലാവരും എന്നിട്ട് പോവാറാ പതിവെന്ന് സിയോള് പറയും. പിന്നെ ഫുട്ബോൾ ആണോ ഞാനാണോ വലുതെന്നൊക്കെ അവര് ചോദിച്ചാ ഞാനൊരു അത്ലറ്റ് അല്ലേ, എനിക്ക് ഫുട്ബോൾ അല്ലേ വലുതെന്ന് കേട്ട് നിന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാണ് അവള്. അല്ല, ഇത്രയും നാള് മനുഷ്യന്മാരുടെ പോലെ തന്നെ ജീവിച്ചിട്ട് ഫോക്സ് ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലേന്ന് ഹീറോയും ചോദിക്കുകയാണപ്പോ. മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നശിച്ചു പോയൊരു ജീവിതം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനെ സ്നേഹിക്കില്ല എന്നായിരുന്നു യുൻഹോയുടെ മറുപടി. അത് കേട്ടതും അവളുടെ ആ വിശ്വാസത്തെ മാറ്റി ചിന്തിപ്പിക്കുന്ന പോലെ അവൻ ഓരോന്ന് പറയുന്നത് കേട്ട് എന്നെ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല എന്ന് പറയാണ് അവള്. അതും പറഞ്ഞ് അവന്റെ മേത്തേക്ക് വെള്ളം തെറിപ്പിക്കാണെന്നിട്ട് രണ്ടുപേരും പിന്നെ അവിടെ കിടന്ന് വെള്ളത്തിൽ കളിയാവും. അവിടെ കട്ട് ചെയ്ത ലീ ഫോക്സ് ഹണ്ടറിനെ അന്വേഷിച്ച് അസിസ്റ്റന്റിന്റെ ഒപ്പം അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. വീടിന്റെ കോലം കണ്ടതും ഇത്രയും വൃത്തിയില്ലാത്ത സ്ഥലത്ത് ആർക്കെങ്കിലും താമസിക്കാൻ പറ്റുമെന്നാണ് അവൻ ചിന്തിക്കുന്നുണ്ടാവുക. ഫോൺ വിളിക്കാന്ന് വെച്ചാൽ അയാൾക്കാണെങ്കിൽ ഫോണൊന്നുമില്ല. ലാസ്റ്റ് അവർ ആ വീടിനുള്ളിലേക്കും ചെല്ലുന്നുണ്ട്. അവിടെയെല്ലാം മന്ത്രവാദത്തിനും മറ്റും ഉപയോഗിക്കുന്ന സാധനങ്ങളായിരുന്നു. അസിസ്റ്റന്റ് അയാളെ പറ്റി നെയ്ബേഴ്സിനോടും അന്വേഷിച്ചിട്ടുണ്ടായി. 10 വർഷം മുമ്പ് ഫോക്സ് ഹണ്ടർ അയാളുടെ ഫാമിലി ആയിട്ട് ഇവിടേക്ക് വന്നതാണെന്നും വന്ന് കുറച്ച് നാളുകൾക്കകം ഭാര്യയും കുട്ടിയും മരിച്ചുപോയി. ശപിക്കപ്പെട്ട ഒരു ഫാമിലിയാണ് അയാളുടേതെന്നാണ് അവർ പറഞ്ഞെന്ന് പറയുന്നതിനിടെ ഒരു സൗണ്ട് കേട്ടതും രണ്ടും അവിടുന്ന് പേടിച്ചോടും. കട്ട് ചെയ്താ അലക്കി ഉണക്കി കൊടുക്കാൻ വന്നവരിപ്പോ തുണിയൊക്കെ നനച്ചിട്ടേക്കുന്ന കണ്ട് എന്ത് പണിയാ ചെയ്തു വെച്ചേക്കുന്നതെന്ന് ചോദിക്കാണ് സ്റ്റാഫ്. ഭക്ഷണം കഴിക്കാൻ വരാൻ അവരോട് പറഞ്ഞ് സ്റ്റാഫ് പോവുകയും ചെയ്യും. സിയോളാണെങ്കിൽ ഡ്രസ്സ് മൊത്തം നനഞ്ഞുകൊണ്ട് തന്നെ അത് പിഴിഞ്ഞു കളയാൻ നോക്കാണിപ്പോ. യുൻഹോ അത് കണ്ടതും ഒരു നിമിഷം വീണു പോവും. അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാണെന്നിട്ട് ബോഡി ഒന്നുകൂടെ ശ്രദ്ധിക്കണം, മോശമായി വരുന്നുണ്ടെന്ന് അവൻ പറഞ്ഞത് കേട്ട് കൊള്ളാലോ നല്ലതാണെന്ന് അറിയാതെ പറഞ്ഞു പോവാണ് പുള്ളിക്കാരി. ശേഷം നിർബന്ധിച്ച് അവനെ കൊണ്ട് ഡ്രസ്സ് ഇടിക്കുന്നതിനിടെ രണ്ടുപേരും അവിടെ വീഴും. അങ്ങനെ അവിടെ കിടന്ന് കുറച്ചു നേരം കണ്ണും നോക്കി നിൽക്കുമ്പോഴാണ് സിയോളുടെ ഫ്രണ്ട്സ് ഇതും കണ്ട് അങ്ങോട്ട് വരാ. നീ ഇവിടുന്ന് എന്താ ചെയ്യണേ, ഇതൊരു ഓൾഡ് ഏജ് ഹോം അല്ലേ എന്ന് ചോദിക്കുകയാണെന്നിട്ട് ഹീറോ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല എന്നും പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവും. അപ്പോഴും അവന്മാർ ഇവരെ തന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. നിന്റെ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സിയോളും തിരുത്താനൊന്നും പോവില്ല. അവരെന്തായാലും ഇടയ്ക്കിടെ വീട്ടിലേക്ക് വരുന്നതാണ്, നിന്നെ കാണുകയും ചെയ്യും. അപ്പൊ പിന്നെ മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവളോട് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ താമസം, അതെപ്പോ തൊട്ടാണെന്നായി അടുത്ത ചോദ്യം. അല്ല, ഇന്ന് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണോന്ന് ചോദിക്കുമ്പോൾ യുൻഹോയും അതേന്നാണ് പറയാ. ഫ്രണ്ട്സിന്റെ ഒപ്പം ഈ നഴ്സിംഗ് ഹോമിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നതൊന്നും സിയോളിന് ഓർമ്മയില്ലായിരുന്നു. വന്നിട്ട് നീ മുത്തശ്ശിയെ കാണാൻ പോയില്ലേന്ന് അവർ ചോദിച്ചത് കേട്ട് ആരുടെ മുത്തശ്ശിന്ന് അവൻ, വേറെ ആരുടെ, നിന്റെ മുത്തശ്ശി എന്ന് പറയുമ്പോ എന്റെ മുത്തശ്ശി മരിച്ചു പോയില്ലെന്ന് ഹീറോ പറയുന്ന കേട്ട് ഷോക്കായി നിൽക്കാണ് അവര്. സിയോളിനാണെങ്കിലും ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ അവന്റെ മുത്തശ്ശി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ മുത്തശ്ശിയുടെ ഒപ്പം ഇരുന്ന് കാട് കളിക്കുന്നത് അവന്റെ കോച്ചാണ്. ഇന്നേരം സിയോൾ അവന്റെ മുത്തശ്ശിയെ നേരിട്ട് കണ്ടതും സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് അവിടെ. പെട്ടെന്ന് അവൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന കണ്ട് മുത്തശ്ശിക്കും വിഷമാവും. തന്റെ മുമ്പത്തെ ലൈഫില് മുത്തശ്ശി മരിച്ചിരുന്നു എന്നുള്ളത് സിയോളിന് മാത്രമേ അറിയുള്ളൂ. പിന്നീട് കോച്ചും അവനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നേരത്തെ എന്തിനാ നീ മുത്തശ്ശിയുടെ അടുത്ത് വെച്ച് കരഞ്ഞേ, ഇവിടുത്തെ ബില്ലിന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ പേടിക്കണ്ട. ഇവിടെ നമ്മുടെ ക്ലബിന്റെ സ്പോൺസർഷിപ്പ് ഉള്ളതുകൊണ്ട് ടീമിലുള്ളവർക്ക് ഡിസ്കൗണ്ട് കിട്ടും. ടീമിൽ നിന്റെ പേരും ചേർത്തിട്ടുണ്ടെന്ന് പുള്ളി പറയും. കോച്ചിന് തന്നെ ഒട്ടും ഇഷ്ടമല്ലാന്നായിരുന്നു സിയോള് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കോച്ച് പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ഇതൊന്നും നിനക്ക് വേണ്ടിയിട്ടല്ല, മുത്തശ്ശി ഓർത്ത് മാത്രം ചെയ്തതാണെന്നാണ് കോച്ച് പറയുന്നത്. ശേഷം പോരുന്നതിന് മുന്നേ മുത്തശ്ശിക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അവൻ. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നായി നോക്കുന്നുണ്ടല്ലോ,
പിന്നെന്ത് ബുദ്ധിമുട്ട്? അല്ല, മോൻ എന്തെങ്കിലും വിഷമമുണ്ടോ? നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലേന്ന് ചോദിക്കാണ്. ഒരുപാട് ക്യാഷ് ഉള്ള ലൈഫില് മുത്തശ്ശി മരിച്ചു പോയതുകൊണ്ട് തന്നെ അവനൊന്നും മുത്തശ്ശിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ കൂടെ ഉണ്ടെങ്കിലും പൈസ ഇല്ല എന്നുള്ള വിഷമാണ് ഹീറോയ്ക്ക്. മുത്തശ്ശി പക്ഷെ ഹാപ്പി ആയിരുന്നു. കാരണം സിയോള് മാത്രാണ് തന്റെ മുത്തശ്ശിയെ എപ്പോഴും വന്ന് കാണാറുള്ള ഒരേ ഒരു കൊച്ചുമോൻ. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ എന്നോട് അതിന് കുശുമ്പാണ്. മോൻ എന്നെ ഇവിടുത്തെ ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയ ഫോട്ടോയും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയാണെന്നിട്ട്. പക്ഷെ അതൊന്നും സിയോൾ ഓർക്കുന്നുണ്ടാവില്ല. അവൻ അങ്ങനെ സന്തോഷിക്കുന്നതും കണ്ട് പുറത്ത് നിൽക്കാണ് യുൻഹോ. ഈ ടൈം ഒരു അപ്പൂപ്പൻ അങ്ങോട്ട് വരെയും നീയോ ഇതെല്ലാം നിന്റെ തെറ്റാണെന്നും പറഞ്ഞ് കഴുത്തിന് പിടിക്കാണ് അവളുടെ. ഇന്നേരം സിയോൾ ഓടി വന്ന് അദ്ദേഹത്തെ പിടിച്ച് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത ആ പൂപ്പന്റെ മരുമോള് യുൻഹോനോട് സോറി പറയുന്നതാണ് കാണിക്കുക. അച്ഛന് ഡിമെൻഷ്യ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഞങ്ങളെ തന്നെ ഇടയ്ക്ക് മറന്നുപോകും. എങ്കിലും പുള്ളി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് പറയുന്നതിനിടെ നഴ്സും അദ്ദേഹത്തോട് ഇത് തന്നെയാണ് ചോദിക്കുന്നുണ്ടാവുക, താങ്കൾ ഇങ്ങനെ ഒന്നും ചെയ്യാത്തതാണല്ലോ എന്ന്. സെയിം ടൈം സോറി പറയാൻ അദ്ദേഹത്തിന്റെ മോനും വരും. അയാളെ കണ്ടതും എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നാണ് അവൾക്ക്. കട്ട് ചെയ്ത 30 വർഷങ്ങൾക്ക് മുമ്പ് ആ പൂപ്പൻ യുൻഹോയുടെ ഒരു ക്ലൈന്റ് ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അവിടെ. പുള്ളിയുടെ മകന്റെ ഇപ്പോഴത്തെ ഫേസ് ആയിരുന്നു അന്ന് ആ പൂപ്പൻ ഉണ്ടായിരുന്നത്. അതോർമ്മ വന്നതും കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ യുൻഹോ അവിടെ നിന്ന് പോരും. ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടും ഇത് തന്നെയായിരിക്കും അവളുടെ ചിന്ത. സിയോൾ ആണെങ്കിൽ അവളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായി. പിന്നീട് ഫുഡ് ഉണ്ടാക്കുന്ന സ്മെല്ല് വന്നതും യുൻഹോ പുറത്തേക്ക് ഇറങ്ങി വരും. ക്യാഷ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഗ്രിൽഡ് മീറ്റും ഡ്രിങ്ക്സും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ താൻ മൂഡ് ഓഫ് ആയതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കി എന്ന് പറയണം അവൻ. ഈ സമയം അപ്പൂപ്പൻ തന്റെ ക്ലൈന്റ് ആയിരുന്ന കാര്യം അവള് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തന്നോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണമൊന്നും അവൾക്കറിയില്ല, അഥവാ ഓർമ്മയില്ല. എന്റെ ലൈഫ് ഞാൻ ശരിയായ രീതിയിലല്ല ജീവിച്ചതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ചിലപ്പോൾ അതിനുള്ള പണിഷ്മെന്റ് ആയിരിക്കും ഞാനിപ്പോ മനുഷ്യനായി അനുഭവിക്കുന്നത്. പക്ഷെ ഞാൻ കാരണം സിയോളും അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഈ ലൈഫിൽ എനിക്ക് എന്റെ മുത്തശ്ശിയെ തിരിച്ചു കിട്ടിയില്ലേ, മുത്തശ്ശിയുടെ ഒപ്പം ഉണ്ടാവാൻ പറ്റാഞ്ഞതിന്റെ സങ്കടമൊക്കെ ഇപ്പൊ എനിക്ക് പോയി. ഞാനിപ്പോ ഹാപ്പിയാണ്. ആദ്യത്തെ ലൈഫിലേക്ക് തിരിച്ചു പോയാലും ഈ ദിവസങ്ങളെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു പറയണ യുൻഹോക്ക് എങ്ങനെയാ മനുഷ്യനായി ജീവിച്ചിട്ട് ഒരു സന്തോഷം പോലും ഇല്ലേന്ന് തിരിച്ചു ചോദിക്കുമ്പോ കുറച്ചു നേരത്തേക്ക് അവൾ ഒന്ന് സ്റ്റക്കായി നിൽക്കാണ്. ശേഷം എന്റെ സന്തോഷം നീയാണ്, ചിലപ്പോ മനുഷ്യനായതുകൊണ്ട് വന്ന ഫീലിങ്സ് ആയിരിക്കും, എനിക്ക് നിന്നെ ഡേറ്റ് ചെയ്യണമെന്ന് യുൻഹോ പറയുന്നത് കേട്ട് ഷോക്കായി നിൽക്കുന്ന ഹീറോനെയും കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്. സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് നാളെ കാണാം. താങ്ക്